ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്. കർത്താവായ ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, എന്തെന്നാൽ സ്വന്തം ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. ഗലാത്യ 6:8. നടുന്ന വിത്ത് ചെറുതാണെങ്കിലും കാലാന്തരത്തിൽ വലിയ ചെടിയും വളരെ ഫലങ്ങളുണ്ടാകും. ഏത് വിത്ത് വിതയ്ക്കുന്നുവോ അതിൻ്റെ ഗുണത്തിലും സ്വഭാവത്തിലുമുള്ള ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. മാവിൻ തൈ നട്ടാൽ വലിയ മാവും മാമ്പഴവും ഉണ്ടാകും. കാഞ്ഞിരത്തൈ നട്ടാൽ കാഞ്ഞിരവും കയ്പ് നിറഞ്ഞ കായ്ക്കളും ഉണ്ടാകും. അതുപോലെ തന്നെ ജഡീക ചിന്തകളും അതിനനുസരണമായ പ്രവൃത്തികളും അല്പാൽപമായി ആരംഭിച്ചാൽ പിൽക്കാലത്ത് മ്ലേച്ഛ ജീവിതം നയിക്കുവാൻ മടിയുണ്ടാകുകയില്ല. നേരെ മറിച്ച് ആത്മീയ ചിന്തകൾക്കനുസരണമായ ആരംഭമിട്ടാൽ ധന്യമായ ജീവിതം പിൽക്കാലത്ത് ഉണ്ടാകും. നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഭാവിയിൽ വലിയ രൂപാന്തരം ജീവിതത്തിൽ വരുത്തും. കപ്പൽ അപകടത്തിൽപ്പെട്ട് സിൻബാദ് വിജനമായ ഒരു ദ്വീപിൽ ചെന്ന് കയറി. അലഞ്ഞു നടന്ന ഒരു പുഴയരികിൽ എത്തിയപ്പോൾ നദി കടക്കാൻ ആഗ്രഹിച്ച് കരയിൽ ഇരിക്കുന്ന ഒരു വൃദ്ധനെ കണ്ടു. അയാളുടെ അപേക്ഷയനുസരിച്ച് സിൻബാദ് അയാളെ തോളിലേറ്റി മറുകരയിലെത്തിച്ചു. പക്ഷേ വൃദ്ധൻ തോളിൽ നിന്ന് ഇറങ്ങുവാൻ തയ്യാറായില്ല. ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴുമെല്ലാം അയാളെ ചുമക്കണമായിരുന്നു. സിൻബാദിൻ്റെ കഴുത്ത് അയാളുടെ കാലുകൾക്കിടയിൽ ഞെരുങ്ങി. ഇതുപോലെ പാപം സ്നേഹഭാവത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കുന്നു. പെട്ടെന്ന് അത് രൂക്ഷമൂർത്തിയായി രൂപാന്തരപ്പെടും. അവസാനം നമ്മെ അത് നശിപ്പിക്കും. വലവീശിയ മുക്കുവനും ലഭിച്ച കുടം തുറന്നപ്പോൾ ഉള്ളിൽ നിന്ന് ഒരു ഭൂതം വെളിയിൽ വന്ന് അയാളെ വിഴുങ്ങുവാൻ വെമ്പൽ കൊണ്ട് ആക്രോശിച്ചതായി ഒരു കഥയുണ്ട്. അതുപോലെ പാപം ക്രമേണ വളർന്ന് ഭീകരരൂപം പ്രാപിച്ച് നമ്മെ നശിപ്പിക്കും. പാപത്തിൻ്റെ ഏറ്റവും ചെറിയ വിത്തിനു പോലും നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കരുത്. എന്തു വിതച്ചാലും ഫലം പല മടങ്ങായിരിക്കും. അമ്മയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. എല്ലാ കാര്യത്തിലും അമ്മ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്.